അവനെ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉദ്ദഹു ലവജദ്തനി ഇൻദഹു. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ നിനക്ക് എന്നെ കാണാമായിരുന്നു. ഒരുപാട് മഹത്വങ്ങൾ രോഗിയെ സന്ദർശിക്കുന്നതിന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഉന്നത പദവി ഉണ്ടാകും എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയുന്ന ഒരു ഹദീസിലുണ്ട്, ഇന്നൽ മുസ്ലിമ ഇദാ ആദ അഖാഹുൽ മുസ്ലിം ലം യസൽ ഫീ ഖുർഫത്തിൽ ജന്നത്തി ഹത്താ യർജിഅ. അവൻ മടങ്ങുന്നത് വരെ സ്വർഗത്തിൽ നിന്നുള്ളത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. അപ്പൊ ഒരാൾ പോയത് മുതൽക്ക് ആ മടങ്ങി വരുന്നവരേക്കുള്ള സമയം മുഴുവനും അവനക്ക് സ്വർഗത്തിൽ നിന്ന് സമ്പാദിക്കാനുള്ള സമയത്തിന്റെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തും. അത്രമേൽ മഹത്വമാണ് ഒരാൾ രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു മുഹമ്മദ് ഖ എന്ന് പറഞ്ഞ ഒരാൾ, അയാള് 5 വക്തിലും ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാണ് പേര്, നിങ്ങൾ ആരാ നോക്കണ്ട, ഒരു ഉദാഹരണത്തിന് ഒരു പേര് പറഞ്ഞാൽ പറയാൻ സുഖത്തിന്. 5 വക്തിനും അയാള് നിസ്കരിക്കാൻ വരും. ഇങ്ങനത്തെ ഒരാളാണ്. ഇയാളുടെ അടുത്ത കൂട്ടുകാരന് ഒരു രോഗം വന്നു. അയാൾ സന്ദർശിക്കാൻ പോയി. അയാൾ സന്ദർശിക്കാൻ പോയപ്പോ അയാളായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോഴാണ് ബാങ്ക് കേൾക്കുന്നത്. അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ നിസ്കരിച്ചു വരട്ടെ. അപ്പൊ മൂപ്പര് ആ രോഗിയായ വ്യക്തി ആഗ്രഹം പെടുന്നത്, കുറച്ചേരം നിങ്ങൾ വന്നപ്പോഴാണ് എനിക്കൊരു സന്തോഷം ഉണ്ടായത്, നിങ്ങൾ ഇവിടെ കുറച്ചുകൂടി കൂടി ഇരിക്കണം, എനിക്ക് റാഹത്തായിരുന്നു എന്ന ഒരു മനോഭാവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയോ ചെയ്താൽ ഇയാൾക്ക് ഈ പള്ളിയിൽ ചെന്ന് ആ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും പ്രതിഫലം അയാളുടെ അടുത്ത് ഇരുന്നിട്ട് കുറച്ചു നേരം സംസാരിക്കുന്നതിനുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത്ര സൗന്ദര്യമല്ലേ ഇസ്ലാമിന്റെ മതം. ഇസ്ലാം എന്ന മതം സമാധാനം കൊടുക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ പോവൽ കൊണ്ട് ഒരാൾക്ക് ഇടങ്ങേറുണ്ടാവുമെങ്കിൽ പോകരുത്. ചില ആൾക്കാരുണ്ട് പോയിട്ട് പറയും, ഇതേ രോഗം നമ്മളെ കുഞ്ഞാത്തൂരും ഉണ്ടായില്ലേ, അതിപ്പോ എന്തായി, ആ രോഗം മുന്നല്ലേ മരിച്ചുപോയത്, ഇത് ആരെ മുന്നിൽ പറയണങ്ങൾ ആലോചിച്ചൊക്കെയാണ് ഈ രോഗിന്റെ മുന്നിൽ. ഇങ്ങനെ ഈ പറയുന്ന ഇത് കേൾക്കുന്ന ആ രോഗിയുടെ മനോഭാവം എന്തായിരിക്കും? രോഗം വർദ്ധിക്കില്ലേ? അപ്പൊ രോഗത്തിൽ സമാധാനം കിട്ടുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അയാളെ സന്ദർശിക്കണം. അതിന് അങ്ങനെ സന്ദർശിക്കുന്ന ആളുകൾക്ക് 70,000 മലക്കുകളെ പ്രാർത്ഥന ദുആ ലഭിക്കുമെന്നും 2 ലോകത്തും അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിലുണ്ട്, ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂലു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹു ഇങ്ങനെ ചോദിക്കും, യബ്ന ആദം മരിദ്തു ഫലം തഉദ്നി. ഞാൻ രോഗിയായി കിടന്നപ്പോ എന്തേ ആദമിന്റെ മോനെ, ഓരോ വ്യക്തിയെയും വിളിച്ചാണ്ട് ചോദിക്കും, നീ എന്തേ എന്നെ സന്ദർശിക്കാതിരുന്നു? അപ്പൊ ആ മനുഷ്യൻ പറയും, യാ റബ്ബി കൈഫ അഊദു വഅൻത റബ്ബുൽ ആലമീൻ. നീ സർവലോക രക്ഷിതാവായ അല്ലാഹുവല്ലേ, നിനക്ക് രോഗം വരും, നിന്നെ ഞാൻ എങ്ങനെ സന്ദർശിക്കും? അത്ഭുതത്തോടുകൂടെ ചോദിക്കുമ്പോൾ അള്ളാഹു പറയും അത്രേ, അമാ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള. നിനക്കറിഞ്ഞിരുന്നില്ലേ ഇന്നാലിന്ന പ്രദേശത്തുള്ള ഇന്നാലിന്ന വ്യക്തി രോഗിയായ വിഷയം? ഫലം തഉദുഹു, നീ അവനെ സന്ദർശിച്ചില്ലല്ലോ. അമാ അലിംത അന്നക ലൗ ഉദ്ദഹു ലവജദ്തനി ഇൻദഹു. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ നിനക്ക് എന്നെ കാണാമായിരുന്നു. ഇത് അള്ളാഹു അവിടെ വന്ന് ഇറങ്ങിക്കണമെന്നുള്ള ആശയത്തിലല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുന്നതാണ്. അള്ളാഹു നാളെ ചോദിക്കും, ഒരാൾക്ക് രോഗിയായി കിടന്നിട്ട് എന്തേ നീ അവനെ സന്ദർശിക്കാഞ്ഞു എന്ന് അള്ളാഹു ചോദിക്കുന്ന ഗൗരവമുള്ള കാര്യമാണ്. ഒരു മൂമിനായ മനുഷ്യൻ രോഗിയായി കിടന്നാൽ അയാൾക്ക് ആശ്വാസം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ അയാളെ പോയി ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കണം. അത് അയാൾക്ക് വലിയ സമാധാനമാണ്. ഇതൊരു മൂമിനിന്റെ മനസ്സിലേക്ക് ഇങ്ങനെ സന്തോഷങ്ങൾ ഇട്ടുകൊടുക്കുക എന്ന വിഷയത്തിൽ ഇതൊക്കെ പെടും. അതൊക്കെ സ്വതക്ക